നമസ്കാരം. അങ്ങനെ പാകിസ്ഥാൻ vs വെസ്റ്റ് ഇൻഡീസ് 3 മാച്ചുള്ള ഏകദിന സീരീസ് വെസ്റ്റ് ഇൻഡീസ് ജയിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ ദയനീയമായിട്ട് മൂന്നാമത്തെ ODI മാച്ച് പരാജയപ്പെട്ടിരിക്കുകയാണ്. ആദ്യത്തെ മാച്ച് പാകിസ്ഥാൻ ജയിച്ചിരുന്നു, രണ്ടാമത്തെ മാച്ച് വെസ്റ്റ് ഇൻഡീസ് ജയിച്ചു, മൂന്നാമത്തെ മാച്ച് ഇപ്പോൾ പാകിസ്ഥാൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. അത് ചെറിയ പരാജയമല്ല. വെസ്റ്റ് ഇൻഡീസ് 294 എന്ന് പറഞ്ഞൊരു കൂറ്റൻ സ്കോർ അടിച്ചു. അതിന് മറുപടിയായിട്ട് പാകിസ്ഥാൻ ബാറ്റിംഗ് ഇറങ്ങിയിട്ട് 92 റൺ അടിക്കാനേ സാധിച്ചുള്ളൂ. വളരെ പരിതാപകരമാണ്. കാരണം ഇവർ ഈ ക്രിക്കറ്റിൽ മാത്രമല്ല പൊതുവെ എല്ലാ കാര്യത്തിലും കാണിക്കുന്ന പോലെ നമ്മൾ നമ്പർ 1 ആണ്, ഭയങ്കര സംഭവമാണെന്ന് പുറത്ത് ഷോ ഓഫ് കാണിക്കുന്നതല്ലാതെ അകം വളരെ പൊള്ളയാണ്. പാകിസ്ഥാൻ്റെ പ്രൊഫഷണലിസം എന്ന് പറയുന്ന ഒരു സംഭവം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് ഇല്ല എന്നുള്ളത് അവരുടെ ബോഡി ലാംഗ്വേജിലും അവരുടെ പെർഫോമൻസിലും മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഒരു പുതിയ കോച്ച് ഹൈസൺ അവരുടെ കോച്ചായിട്ട് വന്നിട്ടുണ്ട്. അവിടുന്ന് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും ഈ റിസ്വാനെയും ബാബർ അസമിനെ ഒന്നും T20 സെറ്റപ്പിലേക്ക് അടുപ്പിക്കാനേ പാടില്ല. റിസ്വാനെ ഒരു ഫോർമാറ്റിലും അടുപ്പിക്കാൻ പാടില്ല. ബാബർ അസം ഒരു ക്ലാസിക് ബാറ്റ്സ്മാനാണ്. സോ ബാബർ അസം വൺ ഡേയിലും ടെസ്റ്റിലും കളിക്കാൻ പറ്റിയ ബാറ്റ്സ്മാനാണ്. T20 ഒട്ടും കൊള്ളുന്ന ഒരു ബാറ്റ്സ്മാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും അവർ രണ്ടുപേരും ഇപ്പോൾ ODI ടീമിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനായിട്ട് സാധിച്ചില്ല. ഇന്നത്തെ മാച്ചിൽ അവർ ആദ്യത്തെ 4 ബാറ്റ്സ്മാനിൽ ടോപ്പ് 4 ബാറ്റ്സ്മാൻമാരിൽ 3 പേര് ഡക്കാണ്. അതിലൊരാൾ ബാബർ അസമാണ്. ബാബർ അസം 9 റൺ അടിക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ 4 ബാറ്റ്സ്മാൻമാരിൽ കൂടെ ചേർന്നിട്ട് 9 റണ്ണാണ് പാകിസ്ഥാൻ്റെ അടിച്ചത്. മൊത്തം 5 ഡക്കാണ് ഇവരുടെ ബാറ്റിംഗ് ലൈനപ്പിലുള്ളത്. അങ്ങനെ എന്ന് വേണ്ട വളരെ പരിതാപകരമായിട്ടുള്ള പരാജയമായിരുന്നു. വെസ്റ്റ് ഇൻഡീസ് സൂപ്പറായിട്ട് കളിച്ചു. അവരുടെ ക്യാപ്റ്റൻ ഷായ് ഹോപ്പ് 120 റൺ അടിച്ചു. പാകിസ്ഥാൻ്റെ തിരിച്ച് ബാറ്റ് ചെയ്യാനൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ടപ്പേന്ന് അവരുടെ വിക്കറ്റ് പോയി. ജെയ്സൺ സീൽസ് 6 വിക്കറ്റ് എടുത്തു വെസ്റ്റ് ഇൻഡീസിന്. അത്യാവശ്യം നല്ല ബോളറാണ്. ഓസ്ട്രേലിയയായിട്ട് പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഒരു ടീമിൻ്റെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില പ്ലേയേഴ്സൊക്കെ എക്സ്ട്രാ ഓർഡിനറി പ്ലേയേഴ്സ് ഉണ്ട്, സ്കില്ലുണ്ട്. ഡെഫിനറ്റ്ലി വെസ്റ്റ് ഇൻഡീസിനകത്ത് സ്കില്ലുണ്ട് അവരുടെ പ്ലേയേഴ്സിനകത്ത്. പക്ഷേ അവർക്ക് ആ ഒരു കൾച്ചർ ബിൽഡ് ചെയ്യാനായിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. പണ്ടുണ്ടായിരുന്ന ആ ലെജൻഡറി കൾച്ചർ പണ്ടേ നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം ഈ സാമിയൊക്കെ കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പൊളാർഡ് അവരെ കളിക്കുന്ന സമയത്ത് വെസ്റ്റ് ഇൻഡീസിന് വീണ്ടും ഒരു T20 ഒരു ഡോമിനൻസ് ഉണ്ടായിരുന്നു. പിന്നീട് അതും നഷ്ടപ്പെട്ടു പോയി. പലയിടത്തായിട്ടുള്ള ഈ ലീഗുകൾ കളിക്കാനായിട്ട് പ്ലേയേഴ്സ് പോകുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ പൂരൻ വിരമിച്ചു. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾസ് അവർക്ക് ഇന്റേണലി ഉണ്ടെങ്കിൽ പോലും അവർക്ക് സ്കില്ല് തീർച്ചയായിട്ടും ഉണ്ട്. അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനായിട്ട് ഒന്ന് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് വെസ്റ്റ് ഇൻഡീസിന് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് T20 അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും അവരെ സംബന്ധിച്ചൊരു ആശ്വാസമാണ്. കാരണം ഓസ്ട്രേലിയയായിട്ട് വൈറ്റ് വാഷ് അടിച്ചിട്ട് നിൽക്കുകയാണ്. ടെസ്റ്റിലും പരാജയപ്പെട്ടു, T20 സീരീസിലും പരാജയപ്പെട്ടു. ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് തന്നെ T20 സീരീസിൽ പരാജയപ്പെട്ടിരുന്നു. സോ ODI സീരീസിൽ ഈ വിജയം അവരെ സംബന്ധിച്ചൊരു ആശ്വാസമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഏഷ്യ കപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ഒട്ടും ആശ്വാസകരമല്ല ഈ പരാജയം എന്ന് പറയുന്നത്. എന്തായാലും ഏഷ്യ കപ്പിൽ ഈ ബാബർ അസമും റിസ്വാനും ഒന്നും കാണത്തില്ല എന്ന് തോന്നുന്നു. റിസ്വാനൊക്കെ കഴിഞ്ഞ മാച്ചിൽ 43 ബോളിൽ 13 റണ്ണൊക്കെ അടിച്ച് ഒട്ടും ഒരു രീതിയിൽ ഈ ഒരു കാലഘട്ടത്തിന് പറ്റാത്ത ഒരു ബാറ്റ്സ്മാനാണ് റിസ്വാൻ. പ്രത്യേകിച്ച് ക്യാപ്റ്റനായിട്ട് വേറെ എന്തൊക്കെ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെന്നൊക്കെ ഇവർ പാകിസ്ഥാൻ ആൾക്കാർ പറഞ്ഞത്. ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല, മറ്റു പല ക്വാളിറ്റീസൊക്കെയാണ് അവർ റിസ്വാനെ ക്യാപ്റ്റനായിട്ട് എടുക്കാനായിട്ട് നോക്കുന്നത്. എന്ത് കാര്യം, അതാണ് പറയുന്നത് പ്രൊഫഷണലിസം എന്ന് പറഞ്ഞ സാധനമില്ല അവരുടെ ക്രിക്കറ്റിൽ. പല കോച്ചുമാരും അവർക്ക് വൈറ്റ് ബോളിലും റെഡ് ബോളിലുമായിട്ട് പല കോച്ചുമാരും അവരുടെ അടുത്ത് പോയി സഹിയിട്ട് ഗാരി കൃഷ്ണനൊക്കെ കളഞ്ഞിട്ട് വന്നതാണ് പാകിസ്ഥാനെ, കൈ ഒഴിഞ്ഞിട്ട് വന്നതാണ്. കാരണം ഇവരുടെ ഈ ഷോ ഓഫും ഈ എന്തോ ഭയങ്കര സംഭവമാണെന്നുള്ളത് പുറത്തുള്ള ഷോ ഓഫും ബഹളവും ചിരിയും കളിയും ബഹളവും അല്ലാതെ ഇന്റേണലി അവർക്ക് ഒരു വാഴക്കയില്ല, ഒരു പ്രൊഫഷണലിസവും ഇല്ല. സ്കില്ല് ബിൽഡ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് നർച്ചർ ചെയ്ത് സ്കില്ലിനെ കൊണ്ടുവന്ന് ടോപ്പിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സിസ്റ്റം ഇല്ല. ഇതൊക്കെ വളരെ വ്യക്തമാണ് പാകിസ്ഥാൻ്റെ കാര്യത്തിൽ. അത് നമുക്ക് വിസിബിളായിട്ട് കാണാനുണ്ട്. ഒരു വഴക്കയില്ല അവരുടെ സിസ്റ്റത്തിൽ. അപ്പോൾ അതിനെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കാതെ, കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്തിട്ട് അതിനെ തിരുത്താൻ ശ്രമിക്കാതെ ഞങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് ഇങ്ങനെ നടിച്ചോണ്ട് നടന്നിട്ട് ചിരിച്ചോണ്ട് നടന്നിട്ട് യാതൊരു കാര്യമില്ല. ഇവരുടെ കളിക്കുമ്പോഴൊക്കെ ബോഡി ലാംഗ്വേജ് ഭയങ്കര സംഭവമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്നതും ചിരിക്കുന്നതും കളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരാണ് ടോപ്പ് ടീമെന്ന് തോന്നിപ്പോകും. പക്ഷേ സംഭവം വെറും വേസ്റ്റാണ്. ഇപ്പോൾ പല പെർഫോമൻസ് കൊണ്ട് നമുക്കിപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ നമ്മൾ കണ്ടാണ്. ഈ ഹസൻ അലിയൊക്കെ എന്തിനാ കളിപ്പിക്കുന്നത് പോലും എനിക്കറിയില്ല. ഹസൻ അലിയൊക്കെ ഇപ്പോഴും അവരുടെ ഈ സെലക്ഷൻ്റെ പാർട്ടായിട്ടുള്ളത് തന്നെ വളരെ അത്ഭുതമാണ്. എന്തായാലും ഒരു മെച്ചപ്പെട്ട് വരണം, പാകിസ്ഥാൻ മെച്ചപ്പെട്ട് വരണം, നല്ല രീതിയിൽ പെർഫോം ചെയ്യണം, ഒരു കോമ്പറ്റീറ്റീവായിട്ട് പെർഫോം ചെയ്യണമെന്ന് എല്ലാവർക്കും ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇമാതിരി വേലത്തരങ്ങളും കൊണ്ട് ഒരിക്കലും പാകിസ്ഥാൻ രക്ഷപ്പെട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ ഏഷ്യ കപ്പിൽ അവരുടെ പെർഫോമൻസ് നോക്കട്ടെ. പുതിയ പയ്യന്മാർ തീർച്ചയായിട്ടും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കണം. പ്രത്യേകിച്ചും സൈം അയൂബ് സൂപ്പർ ബാറ്റ്സ്മാനാണ് കേട്ടോ, അടിപൊളി ബാറ്റ്സ്മാനാണ്. അവനൊക്കെ അങ്ങനെയുള്ള പ്ലേയേഴ്സിനെ വളർത്തിക്കൊണ്ടുവരും. അതുപോലെ തന്നെ ഇവരുടെ ഒരു ഫാസ്റ്റ് ബോളിംഗ് ട്രയോ ആയിട്ടുള്ള ഷൈൻ ഷാ ഫ്രീദി, അതുപോലെ തന്നെ നസീം ഷാ, ഹാരിസ് റൌൾഫ്, ഇവരൊക്കെ തന്നെയാണ് ഇപ്പോഴും പാകിസ്ഥാന് വേണ്ടിയിട്ട് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ട്രയൊക്കെ തന്നെയാണ്. അതിനും കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ള നസീം ഷാ ഓക്കെയാണ്. ഷൈൻ ഷാ ഫ്രീദി പഴയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഹാരിസ് റൌൾഫ് ലീഗിലൊക്കെ പോയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അപകടകരമായിട്ടുള്ള രീതി, നല്ല കണ്ടീഷൻസ് ആണെങ്കിൽ ഒരു പക്ഷേ ഇവരെല്ലാം പെർഫോം ചെയ്യായിരിക്കും. പക്ഷേ
അത് പോരാ, അവർക്ക് നല്ല ഒരു പുതിയ ഫ്രഷ് ആയിട്ടുള്ള ബോളിംഗ് ലൈനപ്പ് അവർ ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാറ്റിങ്ങിൽ എനിക്കൊന്ന് പുതിയ പയ്യന്മാരൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഏഷ്യ കപ്പിലേക്ക് വരുമ്പോൾ ഫക്കർ സമാനൊക്കെ കളിക്കുമായിരിക്കും. ഫക്കർ സമാൻ ഒന്നും കുഴപ്പമില്ലാത്ത പ്ലെയറാണ്, ബാബർ അസമിനെ പോലെ അല്ലെങ്കിൽ റിസ്വാനെ പോലെ അല്ല. എന്തായാലും ഒരു റിഫോർമേഷൻ പാകിസ്ഥാന് ആവശ്യമുണ്ട്. എന്തായാലും നല്ല രീതിയിൽ പരാജയപ്പെട്ടു. അപ്പോൾ ഇതാണ് 100ന്റെ ഇന്നലത്തെ മാച്ചിൻ്റെ ഒരു ഇത് ജസ്റ്റ് പറഞ്ഞു തന്നില്ല. 100 ഫോളോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ട് സാധിക്കുന്നില്ല. ഇനി അടുത്തൊരു ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും 100 ഫോളോ ചെയ്യാം. അതിന് റിവ്യൂ ചെയ്യണോ അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കണോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ എന്തായാലും പാകിസ്ഥാൻ്റെ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ODI സീരീസിൻ്റെ അഭിപ്രായം ഇതാണ്. അപ്പോൾ ഓക്കെ, മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ ബൈ.